വികാസിന്റെ ഓരോ ഷോറൂം തുറക്കുമ്പോഴും അഭിമാന നിമിഷമായി അതിനെ കാണുകയും വികാസ് വിശാലമായ വലിയ ഒരു വടവൃക്ഷമായി കേരളമാകെ പടർന്നു പന്തലിക്കട്ടെ എന്നുമാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. വികാസ് സമ്പൂർണ്ണ ഗൃഹോപകരണശാലയുടെ പന്തളത്ത് ഏറ്റവും വലിയ ഷോറൂം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതൊരു സന്തോഷ മുഹൂർത്തമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ നാട്ടുകാരനും എൻ്റെ സഹോദരനുമായ അനിലിന്റെ വികാസിന്റെ മൂന്നാമത്തെ വലിയ ശാല ഇന്നിവിടെ പന്തളത്ത് തുറക്കുകയാണ്. ഞങ്ങളുടെ നാടിന് അഭിമാനമാണ്. ഭർത്താവിനെ സംബന്ധിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ബിസിനസ് ആരംഭിക്കുകയും വിശ്വസ്തത കൊണ്ട് വളർന്നു വന്നില്ല, കഠിനാധ്വാനം കൊണ്ടും വളർന്നു വന്നൊരു ചെറുപ്പക്കാരൻ. ഞങ്ങളെ സംബന്ധിച്ച് പത്തനാപുരത്തുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കുന്നിക്കോട് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ ഒരു സ്ഥാപനമല്ല, ഒന്നിലധികം സ്ഥാപനങ്ങൾ, വളരെയധികം സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളിൽ ഒരിക്കലെങ്കിലും ബന്ധപ്പെട്ടവർ ഒരിക്കലും അദ്ദേഹത്തെ മറക്കില്ല. നമ്മളൊരു ചെറിയൊരു പർച്ചേസിനാണെങ്കിലും ശരി, അവിടെ ചെന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ആരും പിന്നെ മറക്കില്ല ഈ വ്യക്തിയെ. ഞാനിവിടെ വന്നപ്പോ നമ്മുടെ പള്ളിയിലെ ഫാദറിനെ കണ്ടു, പൂനിയിൽ. അദ്ദേഹം അച്ഛനെന്താ ഞാൻ ഇങ്ങനെ വന്നു ഇവിടെ ചോദിച്ചു. അദ്ദേഹം പറയാൻ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിലൊരു പണി നടന്നു, അതുമായി ബന്ധപ്പെട്ട ഫർണിച്ചറെല്ലാം അല്ലെങ്കിൽ ഇതാണ് വാങ്ങിച്ചത്. അതിനുശേഷം നല്ലൊരു ബന്ധമാണ്, അതുകൊണ്ട് ഇന്ന് വരാതിരിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് വന്നിരിക്കും, പൂനിയിൽ ഇവിടെ വന്നിരിക്കും. അതാണ് ഒരു സ്നേഹബന്ധത്തിന് അദ്ദേഹം കൊടുക്കുന്ന മുൻതൂക്കം. ഈ ഓരോ പർച്ചേസിന് വരുന്നവരെയും സ്വന്തമായി കണ്ടുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല സാധനങ്ങൾ കൊടുക്കുക, അതുപോലെ നല്ലൊരു റിലേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ. നമ്മൾ സ്ഥാപനത്തിൽ പോകുമ്പോൾ ആഗ്രഹിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മളോടുള്ള പെരുമാറ്റമാണ്. നമ്മുടെ സാധനത്തിന്റെ വിലയേക്കാളൊക്കെ നമുക്ക് പ്രധാനം നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തരുന്നതോടൊപ്പം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ ഒരു ബിഹേവിയർ, അദ്ദേഹത്തിന്റെ സ്റ്റാഫോടും അതുപോലെ തന്നെ പെരുമാറുന്ന ആൾക്കാർ അങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കണം. അത്തരത്തിലൊരു നല്ല ബന്ധം പുലർത്തുന്ന ഒരു സ്ഥാപനം പന്തളത്തെ സംബന്ധിച്ച് ഞാൻ അഭിമാനത്തോടെ പറയാം. ഈ എന്റെ വാക്കുകൾ നമ്മൾ കുറിച്ച് വെച്ചുകൂടാ, വിശ്വസ്തതയുടെ ഒരു പര്യായമായിരിക്കും പന്തളത്ത് തുടങ്ങുന്ന വികാസം ഇടിക്കുകയാണെന്ന് സംശയം. റിംഗ്ലർ ഇന്റർനാഷണൽ ഫർണിച്ചർ ഗ്രാൻഡ് ഷോറൂം പ്രശസ്ത സിനിമാ താരം അനുശ്രീ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ ഒരു ചിങ്ങം 1-ാം തീയതി ഈ ഒരു പുതുപ്പിറവിയിൽ എല്ലാവരെയും കാണാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞതുപോലെ വികാസിന്റെ ഒരു ബ്രാഞ്ച് ഓപ്പണിംഗ് ഞങ്ങൾ പത്തനാപുരം ആൾക്കാരുടെ ഞങ്ങളുടെ സ്വന്തം ആൾക്കാർക്ക് നമുക്കറിയാവുന്നവർ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ളവർ വളരുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വികാസിന്റെ ഈ ഒരു പുതിയ ഒരു ബ്രാഞ്ച് ഓപ്പണിംഗ് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പേഴ്സണലി തന്നെ ഒരു സന്തോഷമാണ്. അപ്പം ആ ഒരു സന്തോഷത്തിന് ആ ഒരു ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ കഴിയുന്നതിലും നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ കഴിയുന്നതിലും ഒരുപാട് സന്തോഷം. അപ്പൊ വീണ്ടും എത്രയും പെട്ടെന്ന് തന്നെ പുതിയ ബ്രാഞ്ച് അൻപേടം വീണ്ടും ഓപ്പൺ ചെയ്യാൻ കഴിയട്ടെ. ഞങ്ങൾ പത്തനാപുരക്കാർക്ക് തന്നെ വീണ്ടും എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരുപാട് സന്തോഷം. എന്റെ സ്പെഷ്യൽ ഫേവറേറ്റ് പേഴ്സൺ ഗണേശേട്ടന്റെ കൂടെ വീണ്ടും ഒരു ചടങ്ങിന് വരാൻ കഴിയുന്നതിലും ഒരുപാട് സന്തോഷം. പന്തളം മുനിസിപ്പൽ ചെയർമാൻ അച്ഛൻ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. വികാസ് ഷോറൂം ഡയറക്ടർ അനിൽകുമാർ എസ് സ്വാഗതം പറഞ്ഞു. അതൊരു താരമെന്ന നിലയ്ക്കല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും അതിന് ഉദാഹരണമാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒരുപാട് പറയുന്നില്ല, ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സമയം വളരെ കുറവാണ്, അന്തരീക്ഷം നമുക്ക് തൽക്കാലം അനുകൂലമായി നിൽക്കുകയാണ്. അപ്പൊ ഏറ്റവും ഹൃദയംഗമമായി ഞാൻ എന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ശ്രീ ഗണേഷ് കുമാർ സാറിനെ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുകയാണ്. കുടുംബശ്രീ പ്രവർത്തകർക്കും ഹരിത കർമ്മസേന അംഗങ്ങൾക്കും ഓണക്കോടി വിതരണ ഉദ്ഘാടനം KS ആൻഡ് CEWWFB ചെയർമാൻ കെ രാജഗോപാൽ നിർവഹിച്ചു. എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു കാര്യമാണ്. നമുക്ക് നല്ല സാധനം കിട്ടുന്ന സ്ഥാപനം എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചു പോകുന്നതിന് പകരം നമ്മുടെ അടുത്തേക്ക് അത്തരം സ്ഥാപനങ്ങൾ വരുന്നു എന്നത് എപ്പോഴും സന്തോഷമുള്ളതാണ്.
NSS ഡയറക്ട് ബോർഡ് മെമ്പർ പന്തളം ശിവൻകുട്ടി, SNDP പന്തളം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി, നമ്മുടെ പന്തളം മുനിസിപ്പാലിറ്റിയുടെ ബഹുമാന്യരായ അവരെല്ലാവരും നമുക്ക് അറിയാവുന്നതാണ്. അവർക്കൊരു നല്ല കൈ കൊടുത്തല്ലോ. വെറുതെ അല്ല കൈ വെച്ചത്. ഓണത്തിന് നിങ്ങൾക്കെല്ലാം ഓണക്കോടി തരണം. വേണ്ടേ? മുനിസിപ്പാലിറ്റി ഓണക്കോടി തരുന്നുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏറെ സന്തോഷം തോന്നി, അഭിമാനം തോന്നി. നമ്മുടെ ഗതാഗത മന്ത്രി വളരെ സവിസ്തരം, വളരെ കാര്യപ്രാപ്തിയോട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയൊന്നും പറയാനില്ല. എങ്കിലും 2 വാക്ക് പറയാനുള്ളത് ശരിയാണ്. പന്തളത്തോന്നിനും പറയുമ്പോ പാടില്ല. ഏറെ അഭിമാനമുണ്ട് നമുക്ക് ഈ നാട്ടിലേക്ക് കുമാരി അനുശ്രീക്ക് നല്ലൊരു കൈ. നാളെ നയൻതാരയെ പോലെ ആയി മാറില്ലേ? ഞാൻ നോക്കിയപ്പോ കണ്ണ് നയൻതാരയുടെ മൂക്കാണെങ്കിൽ റെഡിയാക്കിയാൽ അതുപോലെ നീളമാക്കി ആ പരവത്തിൽ നയൻതാരയുടെ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സിനിമ തന്നെ. സെക്കൻഡ് വേണമെങ്കിൽ നമ്മൾ ആ കൊടുക്കും. പന്തളം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ രമ്യ, വാർഡ് കൗൺസിലർ ലിസിത ടീച്ചർ, തുമ്പമൺ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജിജി സാമുവൽ, കടക്കേട് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഷുഹൈബ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് AI ഷാജഹാൻ, ബിജു വർക്കി, ഹരി എന്നിവർ സംസാരിച്ചു. മന്ത്രി ഗണേഷ് കുമാർ സാറ്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വേദിയിലേക്ക് നമ്മുടെ ഓണക്കോടി വിതരണത്തിനായി എത്തിച്ചേർന്നിരുന്ന ശ്രീ K. രാജഗോപാൽ സാർ അവർ, അതുപോലെ തന്നെ പന്തളം മുനിസിപ്പാലിറ്റിയിലെയും അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലെ പന്തളത്തിലെ പൗരപ്രമുഖരും ഈ സന്നിഹിതരായിരുന്നു. അത് ഈ എല്ലാവർക്കും കൂടി ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. 9 മലയാളം ന്യൂസ്, പന്തളം.